ശീതളേട്ടാ നമസ്കാരം, മന്മഥനാണ്. മനസ്സിലായി, പറഞ്ഞോളൂ. ചേട്ടാ ഞാൻ വിളിച്ചതേ ശീതളേട്ടാ ഡേറ്റിന്റെ കാര്യം ഇതുവരെ ഒരു ഉറപ്പ് തന്നില്ല. അത് ഞാൻ തന്നെ വരണോ? അയ്യോ ശീതളേട്ടൻ തന്നെ വരണം. ഈ വൈലോപ്പള്ളി കവിതകളെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കേരളത്തിൽ ശീതളേട്ടനല്ലാതെ വേറൊരാളും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനേ കുറച്ച് തിരക്കിലാണ് ഇവിടെ. ശീതളേട്ടൻ അങ്ങനൊന്നും പറയല്ലേ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ശീതളേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ നോട്ടീസ് അടിക്കാൻ തീരുമാനിച്ച് ശീതളേട്ടൻ ഇനി വേറെ ഒന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ടേ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അങ്ങോട്ട് വരാം. ഓ കേട്ടോ, ഞങ്ങൾ ട്രെയിനിൽ വന്നോളാം. അല്ല അത് വേണ്ട ശീതളേട്ടൻ ഒരു ടാക്സി വിളിച്ചിങ്ങ് പോന്നോ? ആണോ? അതിന് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ബാക്കി ചെയ്തോളാം. ഓ ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാർ വിളിച്ച് വരാം കേട്ടോ. ശീതളേട്ട അപ്പോൾ ഞങ്ങൾ ഉറപ്പിക്കുകയാണ്, ഫിക്സ്, നോട്ടീസ് അടിക്കാൻ പോവാണ്. ശരി ആയിക്കോട്ടെ. ഓക്കെ താങ്ക് യു. എന്തിനാവട്ടെ, എന്റെ കവിത കേട്ടാൽ മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരുത്തനെങ്കിലും ആ വേദിയിൽ ഉണ്ടെന്ന് വിചാരിക്കാലോ. കാലൊന്നും പിടിക്കണ്ട, വേറെ അല്ല ഞാനിവിടെ കൊണ്ടുപോകുന്നത്. ഹലോ മന്മഥ, നമസ്കാരം, രാഘവനാണ്. നമസ്കാരമുണ്ട്. കേരള ഗാനം ഞാൻ മന്മഥന്റെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. എന്റെ മെയിലിലേക്കോ? അറിയാലോ, എനിക്ക് തീരെ സുഖമുണ്ടായിട്ടില്ല. 2-3 ദിവസമായി നല്ല പനിയായിരുന്നു. എങ്കിലും ഞാനത് നന്നായി ശ്രമിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ശരി രാഘവട്ടെ, ഞാൻ എന്തായാലും ഒന്ന് വായിച്ചിട്ട് രാഘവട്ടിനെ വിളിക്കാം. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ ഉടനെ ഞാനത് ശരിയാക്കി തരാം. ശരി ഓക്കെ രാഘവട്ടെ. ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. മൊയ്തുക്ക ഞാൻ വിളിച്ചതേ ഒരു ചെറിയൊരു സഹായം വേണം. അതായത് നമ്മുടെ സാഹിത്യ സമാജത്തിൻ്റെ 100-ാം വാർഷികം ഉണ്ടല്ലോ. അപ്പോൾ അതിന് പാടാനായിട്ട് നമ്മളൊരു കേരള ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ചിട്ടപ്പെടുത്തി. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടേ ഒന്ന് വിലയിരുത്തിയിട്ട് എനിക്ക് അതിൻ്റെ കൃത്യമായൊരു അഭിപ്രായം പറയണം. കാരണം എനിക്ക് മൊയ്തുക്കായോട് വിശ്വാസമുള്ള അല്ല അതിൽ മാറ്റങ്ങളും എല്ലാം വരുത്തണമെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ മൊയ്തുക്ക ഒന്ന് വിലയിരുത്തി ഒരു അഭിപ്രായം പറയണം. എന്നിട്ടാണ് ഞങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ, എന്നിട്ട് അത് പാടാനുള്ളതാണ്. അപ്പം ഞാൻ വന്നാൽ മതിയല്ലോ. എത്തിക്കോളാം, ഞാൻ നാളെ എത്തിക്കോളാം. കഥകളിപ്പാട്ടിൻ്റെ താളത്തിലൊഴുകുന്ന നിളയുടെ കളിത്തോയനായി നീവാ, ചന്ദ്രികയാൽ എന്നെ ഉണരുവാൻ വാ, കുയിലുകൾ പാടുന്ന ഗസലൊന്ന് കേൾക്കുവാൻ, വിടരുന്ന മലരിൻ്റെ മധുവൊന്നു കരുവാൻ, പെരിയാറിൻ തീരത്ത് നീന്തിത്തുടിക്കുവാൻ വാ, വസന്തവും ഗ്രീഷ്മവും കുരുക്കളോ ഇതെന്താ മന്മഥ? അത് എഴുതി എന്താ? കുരുക്കളോ? ഋതുക്കള്. അഞ്ചാ ഋതു ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി വരും. ക്ലൈമാറ്റ് മാറി വരുന്ന ക്ലൈമാറ്റ് നമ്മളെ അതാണ്. വസന്തവും ഗ്രീഷ്മവും ഋതുക്കളും പലതും വിരുന്നുകാരാണെൻ്റെ ജന്മനാട്ടിൽ, കലയുടെ കേളി കേട്ട കേരള നാട്ടിൽ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നല്ല അസല് ബോറാണത്. ഇതാരാ എഴുതിയത്? എന്തിട്ടത് എഴുതി വെച്ചിക്കണത്? ഇവിടെ കുറെ അക്ഷരങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് വെച്ചാൽ കവിത ആവൂല, പാട്ടും ആവൂല. ഇതാരാ എഴുതിയത്? രാഘവമാഷോ? രാഘവമാഷൊക്കെ മയ്യത്തായിട്ട് എത്ര കാലമായി? അതല്ലേ, ഇത് നമ്മുടെ ചീനിത്തറ രാഘവമാഷ്. ചീനിത്തറ രാഘവമാഷ വരിയത്? എന്തൊരു ബോറാണിത്. അയാളോട് ഇനി എഴുതരുന്ന് പറഞ്ഞേ കേട്ടോ. സാഹിത്യ സാഗക്ക് മോശമാണിത്. എനിക്കിത് വായിച്ചാൽ എന്താ തോന്നി? എന്ത് തോന്നി എനിക്ക്? ആദ്യം രസമായിരുന്നു, പക്ഷെ പിന്നെ മൊയ്തൊക്കെ പറഞ്ഞു. കുയിലുണ്ട് ഇപ്പൊ നമ്മളെ നാട്ടില്? കുയിലുണ്ടോ? കുയിലിനൊക്കെ ഈ കണ്ടിക്കണോ? ഈ അടുത്ത കാലത്ത് തത്തനെ കണ്ടിക്കണോ? ഈ കുയിലും തത്തൊന്നും ഇല്ല. പിന്നെ എന്തിനാ കുയിലിനെ പറ്റി പറയണത്? പൊയനെ പറ്റി പറയണ്ടല്ലോ. പൊയുണ്ടോ? അപ്പൊ പൊയല്ല. ഭാരത പൈക്ക വറ്റി വരണ്ടി കിടക്കാൻ നടുവിൽ ഫുട്ബോൾ കളിക്കാണ് കുട്ടികൾ. അങ്ങനത്തെ പൊയനെ കുറിച്ച് പൊയനും കുയിലും ഇതൊന്നും വേണ്ടട്ടോ. അതൊന്നും ശരിയാവില്ല. നമുക്കിപ്പോൾ ഇതൊക്കെ അവിടെ അവതരിപ്പിച്ചാണ്ടല്ലോ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ എണീച്ച് പോയിക്കാളും. ഓർക്കെന്ത് പോയാ എന്ത് കുയില്? അതെ മൊയ്തുക്ക, നമ്മളിപ്പോ മൂപ്പരുടെ കാല് പിടിച്ചിട്ട് എഴുതിപ്പിച്ചതാണ്. എന്തിനാണ് മൂപ്പര കാലൊക്കെ ഈ മാതിരി പൊട്ടത്തരം എഴുതി കിട്ടാൻ ഞങ്ങൾ കാല് പിടിച്ചോ പോയിട്ട്? വേറെ എത്ര ആൾക്കാരുണ്ട് ഇത് എഴുതാനുള്ളത്? മൂപ്പർക്ക് യാതൊരു ബോധവും ഇല്ല. ഈ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്കിത് വായിച്ചിട്ട് ഒരു ബോധം തോന്നിയില്ല.
അല്ല എനിക്ക് ഇപ്പൊ മൊയ്തുക്ക പറഞ്ഞു വന്നപ്പോഴാണ് ഇതിനകത്ത് മനസ്സിലായില്ലേ? അല്ല അതുകൊണ്ടാണ് മൊയ്തുക്കാടുത്ത് വന്നത്. ഒരു മരമില്ലുകാരനാകുമ്പോ അറുത്ത് മുറിച്ചൊരു അഭിപ്രായം പറയുമെന്ന് എനിക്കറിയാം. അതാണ്, അതായത് നമ്മളിപ്പോ ഒരു സാധനം എഴുതുമ്പോ അതിലൊരു കാതൽ വേണം. കാതല ആ കാതൽ- ആരോട് കാതല്? കാതൽ നടപ്പോ നല്ല മരത്തിന്റെ ഉള്ളിലൊക്കെ നല്ല കാതലുണ്ടാവും. ആ കാതല്. പിന്നെ ചിലയിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഉണ്ടെങ്കിൽ പോയി. ഇത് വെള്ളയാണ്, ഇതൊന്നും എടുക്കാൻ പറ്റുന്നത് ഒഴിവാക്കാനുള്ളത്. അതെ. അതായത് ഇപ്പത്തെ കേരളം എന്ന് പറയുമ്പോൾ മന്മത, ഇപ്പത്തെ കേരളത്തിന് എന്തെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ട്? കേരളത്തിന്റെ വികസനം ഉണ്ട് ഇതിനകത്ത്. 4 വരി പാത ഉണ്ടോ? കേരളയിൽ വന്നിക്കണോ? വന്ദേഭാരത് ഉണ്ടോ? ഇതൊക്കെ ആണോ? ആക്കെ വരുമ്പോഴേ ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ പുതിയ പാലങ്ങള് അല്ലേ? പുതിയ പാലങ്ങള് IT വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതെല്ലാം പറഞ്ഞത്. ഫേസ്ബുക്ക് ഉണ്ടോ? വാട്സപ്പ് ഉണ്ടോ? ആക്കെ ആണോ? ഇതിപ്പോ അവിടെ അവതരിപ്പിച്ചാണ്ടല്ലോ ഓഡിയൻസ് മുഴുവൻ എടുത്ത് പോയി എണീച്ച് പോയി കാണും. ഇപ്പൊ എങ്ങനെ ഇപ്പൊ പുള്ളിയോട് ഇതിപ്പോ വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയണ്ട. പിന്നെ മൂപ്പര് ഇനി ഫോൺ ചെയ്യുമ്പോൾ ഫോൺ എടുക്കാണ്ടൊക്കെയാ. ഒരു 4-5 തവണ വിളിച്ചിട്ട് എടുക്കാണ്ടാവുമ്പോൾ മൂപ്പർക്ക് ഒന്ന് ഒഴിവാക്കിണ്ടാവും. അങ്ങനെ പോയിക്കോട്ടെ. മോശമല്ലേ, ആൾക്ക് വിഷമാണെങ്കിലും. അല്ല, അങ്ങനെ ഒരു വിഷമം വരികയാണെങ്കിൽ ഒരു പണി, അടുത്ത വർഷത്തെ നമ്മളെ വാർഷികത്തിന് മൂപ്പർക്ക് ഒരു അവാർഡും കൊടുക്കും. അത് അടുത്ത വർഷത്തെ അവാർഡ് എനിക്കാണ് തീരുമാനിച്ചിരിക്കണേ. നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ അടുത്ത വർഷം കിട്ടണമെന്ന്? പിന്നെ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ എപ്പോ കിട്ടാം ഇതൊക്കെ? അത് പറ്റില്ല. വേറെ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത വർഷം കൊടുത്തേക്കാം. അല്ല, അത് നടക്കില്ല. അത് നമ്മളെ അടുത്ത വർഷം അത് നമ്മുടെ ഐപ്പില്ലേ, ഐപ്പിന്റെ ഒരു പ്രവാസി യാത്രാ വിവരണം ഒരു സംഭവം ഉണ്ട്, അതിന് കൊടുക്കാനായിട്ട് വെച്ചേക്കാണ്. പ്രവാസ യാത്ര. നിങ്ങൾ എൻ്റെ ഈർച്ചമില്ലുകാരൻ്റെ വേദന എന്നുള്ള പുസ്തകം വായിച്ചിക്കണം. നിങ്ങൾ വായിക്കണം കേട്ടോ. അതിനൊക്കെ ഗൗനിക്കാതെ പോയാൽ നിങ്ങൾക്ക് ഭസ്മുണ്ടാവും. അല്ല, ഞങ്ങൾ ഇടയ്ക്ക് അത് ചർച്ച ചെയ്തു. ചർച്ച ചെയ്താൽ പോരല്ലോ. നിങ്ങൾ എവിടെ പരിഗണിച്ച് അടുത്ത വർഷം എനിക്ക് അതിന്റെ അടുത്ത വർഷം ഐപ്പിന് പിന്നെ എവിടെയാണ് അതിന്റെ അടുത്ത വർഷം കുയിലൊക്കെ കാല് നീട്ടിയിരിക്കണം. എനിക്ക് ഇത് എപ്പോഴാണ് കിട്ടുക? ജ്ഞാനപീഠം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈറ്റാലൊന്നും എനിക്ക് കൊണ്ടു തരരുത്, ഞാൻ വാങ്ങൂല. വിഷമിക്കണ്ട. ഞാൻ രക്ഷാധികാരിയായിട്ടുള്ള നമ്മുടെ ജലധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികം 2 മാസം കഴിഞ്ഞ് വരുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊയ്തുക്കാർക്ക് ഒരു അവാർഡ് തരും. മൊയ്തുക്കാരുടെ മറ്റേ മരവില്ലിന്റെ അതിന് ഒരു അവാർഡ് തരും. ഉറപ്പാ കിട്ടുമോ? തരും. പറഞ്ഞു പറ്റിക്കരുത്. ജലധാര അവസരം വെള്ളത്തിലാക്കരുത്. അതൊന്നുമില്ല, ഞാനല്ലേ പറഞ്ഞേക്കണം. ഞാൻ ഏറ്റവും അത്. പിന്നെ അവിടെ മൊയ്തുക്ക ആ പരിപാടി നടത്തുന്നതിന് നമ്മുടെ മൈക്ക് സെറ്റിന്റെ ഒരു 3500 രൂപ കൊടുക്കേണ്ടി വരും. ആക്ക് കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. നല്ലൊരു അവാർഡ് കിട്ടണല്ലോ. പിന്നെ ഈ പിള്ളേർക്ക് നമ്മൾ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന പിള്ളേർക്ക് ചെറിയ ഗ്ലാസും സോപ്പ് മിട്ടിയും അതൊക്കെ വാങ്ങിച്ചു. അതൊന്നും വിഷയമല്ലാന്ന്. അതിനൊക്കെ ഇത്ര വില ഉണ്ടോ? പിന്നെ അവാർഡ് മൊയ്തുക്കാക്ക് തന്നെ. ഓക്കെ, റോട്ടുമില് 2 ഫ്ലക്സ് വെച്ചാളണം. ഓക്കെ, ഒന്ന് അതെല്ലാം നീ തന്നെ വെച്ചോ. ഈ പാട്ടും കവിതയൊക്കെ വിലയിരുത്താൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴേ അതിന് ഇത്തിരി സ്റ്റാൻഡേർഡ് വേണം കേട്ടോ. ഒരു ഇത്തിരിയെങ്കിലും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അതായത് ഒന്നെങ്കിൽ തേക്കാവണം, അല്ലെങ്കിൽ വീട്ടിയാവണം, അല്ലെങ്കിൽ ചന്ദ്രൻ ഉപ്പൂത്തി കൊണ്ടിൻ്റെ അടുത്തേക്ക് വരരുന്ന് മാത്രം. ഇനിയിപ്പോ ഞാൻ തന്നെ എഴുതേണ്ടി വരും. ഇതല്ലേ ഈ മുമ്പൊന്നും എഴുതി എനിക്ക് ഇപ്പോഴും നല്ല അനുഭവം ഉണ്ടെങ്കിൽ ഒരു വക്ക് മൂല്യം അറിയാത്തവനായി. അതൊന്നും വേണ്ട. അല്ല, വേറെ ഇഷ്ടംപോലെ പുതിയ കവിതകളുണ്ട്, ആരെങ്കിലുമൊക്കെ എഴുതിക്കോളും. ഉമ്മാരി നായിക്കാട്ടൊന്നും എടുക്കാണ്ടിരിക്കുക നല്ലേ. എന്തെങ്കിലുമൊക്കെ കടിച്ച പൊട്ടാത്ത എഴുതി വെക്കലല്ലോ സാഹിത്യം എന്ന് പറയണത്. അത് മനസ്സിലാക്കണോ? നമ്മുടെ ന്യൂ ജനറേഷൻ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരാരെങ്കിലും എഴുതട്ടെ കേട്ടോ. ഇയൊക്കെ വെറുതെ ഇരിക്കി. എനിക്കധികം പ്രായമൊന്നുമില്ല, ഞാനിപ്പോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ എനിക്കറിയാം. നോക്കാൻ നമുക്ക്. അല്ല, ചാവിടിച്ചിട്ട് പോണോ? വേണ്ട വേണ്ട, വേണ്ടേക്ക് വേണ്ട. എത്തുമല്ലോ പരിപാടിക്ക്. ഞാൻ വരും. എന്താണ് ഓരോ കവിത എഴുതാനാണ്. കുയിലും പോയി അറബിക്കടലും.